നമസ്കാരം. ചിത്തിര നക്ഷത്രക്കാർ, രണ്ട് രാശിയിലും പെടുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക്, കന്നിക്കൂറുകാർക്കും തുലാക്കൂറുകാരുമായ ചിത്തിര നക്ഷത്രക്കാർക്ക് 2024 എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഗുണദോഷ സമ്മിശ്രമാണോ? ഗുണങ്ങളും ദോഷങ്ങളും ഒരുപോലെയാണോ എന്ന് നമുക്ക് നോക്കാം. 2024 എല്ലാവർക്കും ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ചിത്തിര നക്ഷത്രക്കാരായ രണ്ട് രാശിക്കാരുടെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ. ഗുണഫലങ്ങൾ ഏറിയിരിക്കുന്നത് തുലാക്കൂറുകാർക്കാണ്. കന്നിക്കൂറുകാർക്ക് കുറച്ച് ദോഷങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാലയളവാണ് ഈ ഒരു വർഷം. സ്ത്രീകൾക്ക് പൊതുവെ തൊഴിലിൽ പരാജയം സംഭവിക്കാം. ചിലവർക്ക് തൊഴിൽ നഷ്ടപ്പെടാം, ചിലവർക്ക് തൊഴിലിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരാം, ചിലവർക്ക് തൊഴിലിൽ പോകാൻ പറ്റാതെ വല്ല രോഗബാധിതരായിട്ട് തൊഴിൽ പോകാൻ പറ്റാതിരിക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്ത്രീജനങ്ങളായിട്ട് തൊഴിലിൽ വർത്തിക്കുന്ന ചിത്തിര നക്ഷത്രക്കാർ തുടക്കത്തിലെ തന്നെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ജാതകമൊക്കെ പരിശോധിച്ച് അതിലെന്തെങ്കിലും വഴിപാടുകളൊക്കെ ചെയ്താൽ കുറച്ച് മുന്നോട്ട് കണ്ണുമക്കൊള്ളുന്നത് പിരികത്ത് കൊണ്ടുപോകുന്നൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ അതിനുകൂടി ശ്രമിക്കുന്നത് നന്നായിരിക്കും. പൊതുവിൽ സ്ഥാനഭ്രംശം തൊഴിലിൽ ഇവർക്ക് സംഭവിക്കാവുന്നതാണ്. രാഷ്ട്രീയക്കാരായ ആളുകൾക്ക് ആരോപണങ്ങൾക്ക് വിധേയരാകും. സിനിമയുമായി ബന്ധപ്പെട്ടവർക്ക് നല്ല വരുമാനം ലഭിക്കുന്ന ഒരു കാലയളവാണ്. ദൂരയാത്ര ആവശ്യമായിട്ട് വരുന്നതാണ്. ചീത്ത പേര് വരാതിരിക്കാനായിട്ട് സ്ത്രീജനങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് നിങ്ങൾ ഒരു കാര്യത്തിലും, ബിസിനസ്സിലാണെങ്കിലും മറ്റൊരു കാര്യത്തിലാണെങ്കിലും ഏർപ്പെടാതിരിക്കുന്നത് നല്ലതാണ്. സ്ത്രീജനങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് മൂലം നിങ്ങൾക്ക് ദുഷ്കീർത്തിക്ക് വക നൽകുന്നുണ്ട്. ദൂരയാത്രകൾ പലതും സബലീകൃതമായിട്ട് വരുന്നതാണ്. ദൂരയാത്രകൾ, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ദൂരയാത്രകൾ പലതും സബലീകൃതമാകുന്നതാണ്. ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വൻ നഷ്ടം ഉണ്ടാകുന്നതാണ്. ഭൂമി നിങ്ങൾ വിൽക്കാൻ ആഗ്രഹിച്ച വിലയ്ക്കൊന്നും വിൽക്കാൻ പറ്റാതെ ഒരു വലിയൊരു നഷ്ടം നിങ്ങൾക്ക് ഭൂമിയിലൂടെ വന്നു ചേരാം. വാഹന അപകടം വരാതിരിക്കാനായിട്ട് ജാഗ്രതയോടുകൂടി, ശ്രദ്ധയോടുകൂടി വാഹന ഉപയോഗം കൊണ്ടുപോവുക. കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച നമുക്ക് ഒഴിവാക്കാം. എങ്കിലും വാഹന അപകടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഈശ്വരാധീനവും ദൈവാധീനവും ഉണ്ടാക്കിയെടുക്കുന്നതും നന്നായിരിക്കും. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാ തലത്തിലും കാഴ്ചവയ്ക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നല്ല നേട്ടങ്ങളുടെ ഒരു കാലയളവ് തന്നെയായിരിക്കും തുലാക്കൂറുകാരായ ചിത്തിര നക്ഷത്രക്കാർക്ക്. യുവജനങ്ങളുടെ വിവാഹകാര്യം നടപ്പിലാകുന്നതാണ്. കുറച്ചുകൂടി കാര്യങ്ങൾ നടക്കാനായിട്ട്, ആഗ്രഹ സബലീകരണത്തിനായിട്ട് കുറച്ചുകൂടി കാലം നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. 2024 എന്ന് പറയുന്ന വർഷത്തിൻ്റെ മധ്യത്തോടുകൂടി ഈ തുലാക്കൂറുകാരായ ചിത്തിര നക്ഷത്രക്കാർക്ക് ഒരുപാട് നേട്ടങ്ങളുടെ ഒരു കാലയളവായിരിക്കും. കന്നിക്കൂറുകാർക്ക് ദോഷമുണ്ടെന്ന് വിചാരിച്ചിട്ട് ലാഭം ഉണ്ടാവില്ല എന്നല്ല, കുറച്ച് ഈശ്വരാധീനം നല്ലതുപോലെ കൂട്ടുകയും കുറച്ച് അശ്രാന്ത പരിശ്രമം ചെയ്യുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്കും നേട്ടങ്ങളുടെ ഒരു കാലയളവായിരിക്കും. പ്രധാനപ്പെട്ട ചില കരാറുകളൊക്കെ ഏറ്റെടുത്ത് നമുക്ക് നടപ്പിലാക്കാനൊക്കെ സാധിക്കുന്നതാണ്. പ്രമോഷൻ കാത്തിരിക്കുന്നവർക്ക് ഇനിയും പല തടസ്സങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് വിചാരിച്ച സമയത്ത് പ്രമോഷൻ ലഭിക്കാതിരിക്കാം. ശമ്പള വർധനവും പ്രമോഷനും ഒക്കെ തടഞ്ഞു വയ്ക്കുന്ന ഒരവസ്ഥയാണ് സംജാതമാകുന്നത്. വാക്കുതർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിലെ അംഗങ്ങളുമായിട്ടുള്ള ഭിന്നാഭിപ്രായങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നത് കുടുംബത്തിൽ ഒരു ശാന്തി കളിയാടുന്നതിന് വഴിയൊരുക്കുന്നതാണ്. നിങ്ങളുടെ ദേഷ്യവും കോപവും ഒക്കെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ പൊതുവിൽ നിങ്ങളുടെ മാനസികാരോഗ്യം തൃപ്തികരമായിരിക്കും. വിദ്യാഭ്യാസപരമായിട്ട് പല പുരോഗതിയും വന്നു ഭവിക്കുന്നതാണ്. സാഹിത്യകാരന്മാർക്ക്, കഥാ നോവൽ പോലെയുള്ള സാഹിത്യകാരന്മാർക്ക് പൊതുവിൽ റോയൽറ്റിയൊക്കെ ലഭിക്കാനായിട്ട് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലെ ഭാര്യയുമായിട്ട് പിരിഞ്ഞിരിക്കേണ്ടതായിട്ട് വരികയും ആ പിണക്കം കുടുംബ കോടതി വരെ എത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഡിവോഴ്സിനൊക്കെ തയ്യാറായിരിക്കുന്നവർ ഒന്നുകൂടി ചിന്തിച്ച് ആലോചിച്ച ശേഷം ഒരു തീരുമാനമെടുക്കുന്നത് നന്നായിരിക്കും. സുഹൃത്തുക്കൾ മൂലം വൻ സാമ്പത്തിക ബാധ്യതകൾ വന്നുപെടാം. നിങ്ങൾക്ക് പല കാര്യങ്ങളും അതുമൂലം നിങ്ങൾക്ക് മാറ്റിവയ്ക്കേണ്ടതായിട്ടും വന്നു ചേരുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളുമായിട്ട് ഇടപെട്ട് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വർത്തിക്കുന്ന സമയത്ത് നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സാമൂഹിക രംഗത്തുള്ളവർക്ക് സമൂഹത്തിൽ ഉന്നത പദവിയും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു കാലയളവാണ്. വിദേശത്തുള്ളവർ നാട്ടിൽ തിരിച്ചെത്തുന്നതും കരൾ രോഗമുള്ളവർ നല്ല രീതിയിൽ ചികിത്സ തേടേണ്ടതും അത്യാവശ്യമാണ്. ദോഷ പരിഹാരമായിട്ട് നിങ്ങൾ തിങ്കളാഴ്ച ദിവസം മഹാദേവന് പിൻവിളക്കായിട്ട് സമർപ്പിക്കാം. പിൻവിളക്ക് കത്തിക്കുകയും അതുപോലെ തന്നെ 108 കുടം ധാര ക്ഷേത്രത്തിൽ നടത്തുന്നതും
നിങ്ങൾക്ക് കൂടുതൽ ദോഷ നിവാരണത്തിനും ഭഗവാന്റെ അനുഗ്രഹാശിസിനും ഒപ്പം തന്നെ പ്രദോഷ വ്രതം നോൽക്കുന്നതും കൂടുതൽ ദോഷാധിക്യങ്ങൾ കുറഞ്ഞിരിക്കുന്നതിന് നല്ലതാണ്. തൊഴിലിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രദോഷ വ്രതം നോൽക്കുന്നത് കൊണ്ട് അത് മാറി നമുക്ക് തൊഴിൽ പെട്ടെന്ന് കിട്ടാനായിട്ട് സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തിങ്കളാഴ്ച ദിവസം സാധിക്കുമെങ്കിൽ തിങ്കളാഴ്ച വ്രതവും കൂടി നോൽക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക്. അങ്ങനെ 2024 എന്ന് പറയുന്ന വർഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.